ഹിന്ദി ക്ലാസ്സിലേക്ക് ടീച്ചറെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രസന്റ് ടെൻസല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് താൽക്കാലിക വർത്തമാനകാലമാണ്. താൽക്കാലിക വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ടെൻസാണ്. എങ്ങനെയാണ് താൽക്കാലിക വർത്തമാനകാലം എഴുതുന്നത് നോക്കാം. വഹ് ലിഖ് രഹാ ഹേ, വഹ് ലിഖ് രഹി ഹേ, വേ കാം കർ രഹേ ഹേ, തു ക്യാ കർ രഹാ ഹേ. ഇതെല്ലാം കണ്ടിന്യൂസ് ടെൻസാണ്. വെർബിനോടൊപ്പം രഹാ ഹേ, രഹി ഹേ, രഹേ ഹേ എന്ന് ചേർക്കണം. സബ്ജക്റ്റ് പുല്ലിംഗ ഏകവചനമാണെങ്കിൽ രഹാഹേ ചേർക്കും, പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ രഹേഹയും ചേർക്കും. എക്സാമ്പിൾ നോക്കിക്കോളൂ. വഹ് ഗാ രഹാഹേ, വഹ് എന്നുള്ള സബ്ജക്റ്റാണ്, വഹ് എന്നുള്ള സിംഗുലർ ആയതുകൊണ്ടാണ് രഹാഹേ വന്നത്. വേ ഗാ രഹേഹേ, വേ ബഹുവചനമാണ്, അതുകൊണ്ടാണ് ഗാ രഹേഹയും എന്ന് വന്നത്. സ്ത്രീലിംഗ ഏകവചനം വരുമ്പോൾ രഹീഹേ ചേർക്കും, സ്ത്രീലിംഗ ബഹുവചനം വരുമ്പോൾ രഹീഹയും ചേർക്കും. ഗീത കാം കർ രഹി ഹേ, ഗീത സ്ത്രീലിംഗമായാണ് രഹി ഹേ വന്നത്. വേ ഗാ രഹി ഹേ, അവർ പാടുകയാണ്. ഇവിടെ വേ സ്ത്രീലിംഗ ബഹുവചനമായതുകൊണ്ടാണ് രഹി ഹേയും ചേർത്തത്. ബച്ച രോ രഹാ ഹേ, ബച്ച ഏകവചന ശബ്ദമാണ്, അതുകൊണ്ടാണ് രഹാ ഹേ വന്നത്. ബച്ചേ രോ രഹി ഹേ, ബച്ച എന്നുള്ളത് ബഹുവചന ശബ്ദമായതുകൊണ്ടാണ് രഹി ഹേയും ചേർത്തത്. ഹം സ്കൂൾ ജാത്തെ ഹേ, ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്, സാമാന്യ വർത്തമാനകാലമാണ്. ഇതിനെ കണ്ടിന്യൂസ് ടെൻസ് അല്ലെങ്കിൽ താൽക്കാലിക വർത്തമാനകാലത്തിലാക്കുന്നതാണ്. ഹം സ്കൂൾ ജാ രഹേ ഹേ, ഞങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട്. രണ്ടാമത്തത് എന്താണ്, നമ്മൾ സ്കൂളിൽ പോകുകയാണ്. ലഡ്കിയാൻ ഗാന ഗാത്തെ ഹേ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. ലഡ്കിയാൻ ഗാന ഗാ രഹി ഹേ, അത് കണ്ടിന്യൂസ് ടെൻസാണ്, താൽക്കാലിക വർത്തമാനകാലമാണ്. അതിൻ്റെ ഡിഫറൻസ്, വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. വെർബ് വരുമ്പോൾ ഗാത്തി ഹേ ചേർക്കും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ, കണ്ടിന്യൂസിലാകുമ്പോൾ ഗാ രഹി ഹേ. ലഡ്കിയാൻ സ്ത്രീലിംഗമായതുകൊണ്ടാണ് രഹി ഹേ വന്നത്. മീ മന്ദിർ ജാത്തി ഹും, ഞാൻ ടെമ്പിളിൽ പോകുന്നുണ്ട്. മീ മന്ദിർ ജാ രഹി ഹും, മീൻ ടെമ്പിളിൽ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ടെമ്പിൾ. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. मैं मंदिर जाती हूँ, मैं मंदिर जा रही हूँ. तुम कहाँ जाते हो, അതിനെ കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെ പറയും, തും കഹാം ജാ രഹേ ഹോ. തു ക്യാ കർത്തി ഹേ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്, കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെ പറയും, തു ക്യാ കർ രഹി ഹേ. ഇതുപോലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും കണ്ടിന്യൂസ് ടെൻസും എഴുതി പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് വാർത്താലാപം, കോൺവെർസേഷൻ എഴുതാൻ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല.